തൃശൂരിന്റെ തീരപ്രദേശങ്ങളായ കൊടുങ്ങല്ലൂർ, എറിയാട്, എടവിലങ്ങ് എന്നിവിടങ്ങളിൽ സമീപകാലത്തായി കണ്ടുവരുന്ന അസാധാരണമായ വെള്ളപ്പൊക്കം വെറുമൊരു പ്രകൃതി പ്രതിഭാസമല്ല, മറിച്ച് നമ്മുടെ മാറുന്ന ഭൂപ്രകൃതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഗൗരവകരമായ സൂചനയാണ്. എന്തുകൊണ്ടാണ് ഈ മാറ്റം സംഭവിക്കുന്നതെന്ന നിർണായകമായ ചോദ്യത്തിനുള്ള ഉത്തരം തേടുകയാണ് കൊടുങ്ങല്ലൂർ BRCയിലെ ഒരു കൂട്ടം കുട്ടി ഗവേഷകർ. SSM HSS അഴീക്കോട്, PBM GHSS കൊടുങ്ങല്ലൂർ, GHSS എടവിലങ്ങ്, KKTM GGHSS കൊടുങ്ങല്ലൂർ എന്നീ വിദ്യാലയങ്ങളിലെ 34ഓളം വിദ്യാർത്ഥികൾ ഒത്തുചേർന്നാണ് ഈ പഠനം പൂർത്തിയാക്കിയത്. കേവലം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുക മാത്രമല്ല, ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള പ്രായോഗികമായ പരിഹാര മാർഗങ്ങളും ഈ പഠനത്തിലൂടെ ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ വിപുലമായ ഗവേഷണത്തെക്കുറിച്ചും അതിന്റെ കണ്ടെത്തലുകളെക്കുറിച്ചും കൂടുതൽ വിശദീകരിക്കാനായി ഈ ഗവേഷണ സംഘത്തിൽ നിന്നും അഫ്രീൻ VA, ഹാദിയ ഫാത്തിമ എന്നിവർ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. സീൻ 1 ക്ലാസ് റൂം. കാലൊക്കെ പൊള്ളുന്നാനല്ല, എന്താണ് ഒരു മഴ വീഴുമ്പോഴത്തേക്കും വെള്ളം ഇങ്ങനെ കെട്ടിക്കുന്ന? ശരിയാണ്, എന്റെ വീട്ടിലും വഴിയിലും ഒക്കെ നിറച്ച് വെള്ളമാണ്. ഇതെന്താ ഇങ്ങനെ? ആർക്കറിയാ? അതില്ലേ, എന്റെ വീട് പുഴയുടെ ഒക്കെ അടുത്താണ്. ഇനി അതായിരിക്കോ കാരണം? ചാൻസ് ഇല്ല. ഇതിപ്പോ നമ്മുടെ ക്ലാസ്സിൽ തന്നെ പുല്ലൂറ്റ്, എറിയാട്, എടവിലങ്ങ് ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ നിന്നല്ല കുട്ടികൾ വരുന്ന. അവർക്ക് എല്ലാവർക്കും ഈ സെയിം പ്രോബ്ലം ഉണ്ട്. പിന്നെന്തായിരിക്കും? നമുക്കിതിനെ കുറിച്ച് പഠിക്കാനുണ്ടല്ലോ, സോഷ്യലില്. 12ാമത്തെ പാഠം. ഇതുമൂലം കർഷകർക്ക് ഉണ്ടാവുന്ന നാശനഷ്ടങ്ങളെ പറ്റി. പിന്നെ മലയാളത്തിലുണ്ട് പെരുമഴയത്ത്. എന്നാ നമുക്കില്ലേ ഇത് നമുക്ക് ടീച്ചറോട് ചോദിക്കാലോ? അവർക്കറിയാൻ പറ്റുമല്ലേ? വാ. സീൻ 2. ടീച്ചറെ, എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇതിപ്പോ ഈ കാലങ്ങളിലായിട്ട് ഒരു മഴ പെയ്യുമ്പോഴത്തേക്കും വെള്ളം നന്നായിട്ട് പൊന്തി കെട്ടി നിൽക്കുന്നുണ്ടല്ലോ. ഇതിനെപ്പറ്റി നമുക്ക് എന്താ ചെയ്യാൻ പറ്റാ? ഇത് നല്ലൊരു ടോപ്പിക് ആണല്ലോ. ഇത് എന്തുകൊണ്ട് നമുക്കൊരു പ്രൊജക്റ്റ് ആയിട്ട് ചെയ്തുകൂടാ? അല്ല ടീച്ചറെ, ഇതിപ്പോ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോ നമുക്ക് കുറെ ഡാറ്റയും ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്യണ്ടേ? ഇതെങ്ങനെ ചെയ്യും? ഇത് നമുക്ക് പല രീതിയിലൂടെ ചെയ്യാം. അതായത് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ സർവേ രീതിയിലൂടെ ചെയ്യാം. അതിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കാം. എന്നിട്ട് പല ഏരിയകളിലുള്ള വീടുകളിൽ ചെന്നിട്ട് പല ആളുകളുമായിട്ട് സർവേ നടത്താം. അപ്പൊ അവര് പറയുന്ന ഉത്തരത്തിലൂടെ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. പിന്നെ വരണമെന്ന് പറഞ്ഞാല് എക്സ്പേർട്ട് ഇന്ററാക്ഷൻ ക്ലാസ്. ഞാൻ വേണമെങ്കിൽ ഇരിഞ്ഞാലക്കുടയിലെ ക്രൈസ്റ്റ് കോളേജില് ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഇന്ററാക്ഷൻ ക്ലാസ് അറേഞ്ച് ചെയ്ത് തരാം. അപ്പൊ അത് കേൾക്കുമ്പോഴും നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും. പിന്നെ വരണമെന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ ഭൂപ്രകൃതിയും ഒരു 10 വർഷം മുൻപുള്ള ഭൂപ്രകൃതിയും തമ്മിൽ കമ്പയർ ചെയ്യാം. ഇതിന് ഗൂഗിൾ എർത്ത് എന്ന് പറയണ ഒരു ആപ്പ് ഉണ്ട്. അപ്പൊ അതിൽ കയറിയാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ? ടീച്ചറെ. സീൻ 3 സർവേ. ചേച്ചി, ഞങ്ങൾ കൊടുങ്ങല്ലൂർ BRCയിൽ നിന്ന് വെള്ളപ്പൊക്കത്തിനായിട്ട് ബന്ധപ്പെട്ട ഒരു സർവേക്ക് വേണ്ടിയാണ് വരുന്നത്. അപ്പൊ അതിനുവേണ്ടി കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റോ? അതിനെന്താണ് മോനെ, ചോദിക്കി. ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ടാന്നാ? ഇവിടെ ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് അപ്പ വെള്ളപ്പൊക്കമാണ്. മുമ്പൊന്നും അങ്ങനെ വെള്ളപ്പൊക്കമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്പൊ ഒരു മഴ പെയ്ത അപ്പ വെള്ളപ്പൊക്കമാണ്. ഇവിടെ മുമ്പ് കുളം ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോ നിലവിലുണ്ടാ? മുമ്പ് കുളങ്ങളും അതുപോലുള്ള സ്വാഭാവിക ജലസംഭരണികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിലവിൽ അതൊന്നുമില്ല. അതൊക്കെ മൂടപ്പെട്ടു പോയി. എന്തിന്? ഈ വീട് വരെ ഇരിക്കണത് കുളം മൂടിയിട്ടാണ്. നിങ്ങളുടെ ഈ പരിസരത്ത് സ്വാഭാവിക ജലസംഭരണികളില്ലേ? ഇപ്പൊ നിലവിലുള്ള സ്വാഭാവിക ജലസംഭരണിയുടെ അവസ്ഥ എന്താണ്? വളരെ മോശം അവസ്ഥയാണ്. ഒരുപാട് മാലിന്യങ്ങളൊക്കെ നിക്ഷേപിച്ച് വളരെ മോശം കണ്ടീഷനിലാണുള്ളത്. ഇവിടെ ഒരു വെള്ളപ്പൊക്കം വരുമ്പില്ലേ, അതിനെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് വല്ല സജഷൻസ് ഉണ്ടോ? അതായത് ഈ മുന്നറിയിപ്പ് സംവിധാനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്നും കൂടി അങ്ങോട്ട് ശക്തിപ്പെടുത്താ. പിന്നെന്താണ്, ഈ വെള്ളപ്പൊക്കത്തിനും ഇതിനൊക്കെ മുമ്പ്, മഴയൊക്കെ മുമ്പ് ഈ റോഡിന് സൈഡിലുള്ള ഈ കനാലുകളൊക്കെ ഒന്ന് അങ്ങോട്ട് വൃത്തിയാക്കി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഇതൊന്ന് ഫില്ല് ചെയ്ത് തരണേ. സീൻ 4 എക്സ്പേർട്ട് ഇന്ററാക്ഷൻ ക്ലാസ്. ഇപ്പൊ
ക്രൈസ്റ്റ് കോളേജിലത്തെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ച് നടന്ന ഈ എക്സ്പെർട്ട് ഇൻട്രാക്ഷൻ ക്ലാസ് നിങ്ങളുടെ പ്രൊജക്റ്റിന് സഹായകരമായെന്ന് ഞാൻ കരുതുന്നു. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കട്ടാ. മാം അതില്ലേ ഇപ്പൊ ഈ വെള്ളപ്പൊക്കം ഭയങ്കര കൂടുതലാണല്ലോ. മുമ്പത്തെ കാലത്ത് ഇങ്ങനെ വെള്ളപ്പൊക്കം ഒന്നും അധികം ഉണ്ടായില്ലല്ലോ. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ വെള്ളപ്പൊക്കം ഭയങ്കരമായിട്ട് കൂടാനുള്ള മെയിൻ റീസൺ ആയിട്ട് വന്ന? ഇതിപ്പോൾ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ വെള്ളത്തിന് സംഭരിച്ച് നിർത്താനോ അതോ അതിനെ ഒഴുക്കി വിടാനോ ഉള്ള സംവിധാനങ്ങൾ ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. തോടും കുളങ്ങളും ആണെങ്കിൽ മൂടിപ്പോയി. പിന്നെ അതല്ലാണ്ട് മണ്ണും കുറേ വെള്ളം അബ്സോർബ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം മണ്ണിൻ്റെ മുകളിലാണെങ്കിൽ ഒരുപാട് ബിൽഡിങ്സ്, റോഡ്, ടൈൽസ്, ഹൗസസ് ഇങ്ങനെ കുറേ സാധനങ്ങൾ വന്നില്ലേ. കാരണം വെള്ളം അവിടെ കെട്ടി നിൽക്കുന്നു. പിന്നെ മാം ഈ ക്ലാസ്സിൽ പറഞ്ഞില്ലേ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചിട്ട്, ആ ഒരു ഭാഗം ഒന്നും കൂടി ഒന്ന് വിശദീകരിച്ച് തരുമോ? മെയിൻ പോയിന്റ്സ് മാത്രം പറഞ്ഞുതരാം. ആദ്യം ഗ്ലോബൽ വാർമിംഗ് എന്താണെന്ന് മനസ്സിലാക്കണം. ഗ്ലോബൽ വാർമിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ എർത്ത് മുമ്പ് ഒരു ഐസ് ഏജിലായിരുന്നു. അപ്പോൾ ആ ഐസ് ഏജിൽ നിന്ന് ട്രാൻസിഷൻ ചെയ്തിരിക്കുന്ന ആ ഒരു പീരീഡാണ് നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന. അതാണ് ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം. നമ്മുടെ മനുഷ്യരല്ല ഇതിൻ്റെ കാരണം, പക്ഷേ മനുഷ്യർ ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക് പൊല്യൂഷൻ, ഡിഫോറസ്റ്റേഷൻ, പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ജലസംഭരണികൾ മൂടുന്നത്, ഇതൊക്കെ കാരണം മനുഷ്യർ ഈ പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യാണ്. അതാണ് ഇവിടെ ഉണ്ടാവുന്നത്. അല്ല മാം, ഈ ഗ്ലോബൽ വാർമിങ്ങും നമ്മുടെ ഈ വെള്ളപ്പൊക്കവും തമ്മിൽ എന്താ ബന്ധം? ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഭൂമിയുടെ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയല്ല നല്ല സ്പീഡിൽ. ഇത് കാരണം സ്വാഭാവികമായിട്ട് വെള്ളത്തിൻ്റെ ഇവാപ്രേഷനും കൂടും. അതായത് ക്ലൗഡ്സിൻ്റെ ഫോർമേഷൻ കൂടുതലായിരിക്കും. ഇതിപ്പോൾ മേഘസ്ഫോടനം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതിപ്പോൾ ഒരു ചെറുതായിട്ട് തണുപ്പ് വരുമ്പോഴത്തേക്കും ഈ ക്ലൗഡ്സ് എല്ലാവരും ഒരുമിച്ച് കണ്ടൻസ് ചെയ്തിട്ട് ഒറ്റയടിക്ക് നല്ല ശക്തമായ മഴ പെയ്യും. നമ്മുടെ എർത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അതായത് വെള്ളം അവിടെ കെട്ടി നിൽക്കുന്ന വെള്ളപ്പൊക്കമായി മാറുന്നു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. സീൻ 5 ഗ്രാഫ് കൺസോൾട്ടേഷൻ ആൻഡ് സൊല്യൂഷൻ. ഇതിപ്പില്ലേ നമ്മ എക്സ്പെർട്ട് ഇൻട്രാക്ഷൻ ക്ലാസ് ഉണ്ട്. 350 വീട്ടില് സർവേക്ക് കയറി. പിന്നെ മാപ്പ് ഒബ്സർവേഷൻ നടത്തി ഈ ഗൂഗിൾ എർത്ത് ഉപയോഗിച്ചിട്ട്. പിന്നെ അതല്ലാണ്ട് ഫീൽഡ് വിസിറ്റും നടത്തി. ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് കുറെ ഡാറ്റ കിട്ടിയില്ലേ. ഇത് നമുക്കൊരു ഗ്രാഫിന്റെ ഫോമിൽ അവതരിപ്പിക്കാം. അത് നല്ലൊരു ഐഡിയ ആണ്. അതാവുമ്പോ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുകയും ചെയ്യും. അത് തന്നെ. വാ അഫ്രിനെ, ഇത് നോക്കിയേ. 33% ആളുകളും പറഞ്ഞിരിക്കുന്നത് സ്വാഭാവിക ജലസംഭരണികളൊക്കെ നികത്തപ്പെട്ടു എന്നാണ്. ഇതായിരിക്കില്ലേ ഒരു പക്ഷേ കാരണം? എടി, ആളുകൾ പറഞ്ഞ കറക്റ്റാണ്. ഇതിപ്പോൾ നമ്മൾ സർവേക്ക് പോയപ്പോൾ അവിടെ ആൾക്കാരോട് നിങ്ങളുടെ വീട്ടിൽ മുമ്പ് കുളം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചപ്പോൾ 60% പേരും ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നോക്കിയേ, പ്രദേശത്ത് കാണുന്ന സ്വാഭാവിക ജലസംഭരണികൾ ഏതെല്ലാം എന്ന് ചോദിച്ചപ്പോൾ ആകെ 30% ആൾക്കാരെ കുളം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതായത് പകുതി കൂടുതൽ കുളങ്ങൾ മൂടിപ്പോയി എന്നല്ലേ അർത്ഥം. പിന്നെ അതല്ലാണ്ട് നമ്മുടെ ഗൂഗിൾ എർത്തിലത്തെ ഡാറ്റയും ഈ സെയിം കാര്യമാണ് കാണിക്കുന്നത്. ശരിയാണ്. ഇത് നോക്കിയേ, ചാലുകളും നദികളും ശുദ്ധീകരിക്കല് 60% ആളുകളും അത് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? നമ്മൾ സർവേ ഒക്കെ നടത്തിയപ്പോ അവിടെ ഒരു ചേച്ചി പറഞ്ഞില്ലേ നമ്മളടുത്ത് ഈ കാര്യം? ഇത് ചെയ്താല് നമുക്ക് ഇത് സൊല്യൂഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂലേ? അത് പറഞ്ഞപ്പോഴാണ് നിന്റെ മനസ്സിൽ വേറെ വല്ല സൊല്യൂഷൻസ് വരുന്നുണ്ടാ? കുറച്ച് വരുന്നുണ്ട്. അത് ഞാൻ പറയാം. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ റോഡിന് സൈഡിലുള്ള ഈ കനാലുകളൊക്കെ മഴക്കാലത്തിന് മുമ്പായിട്ട് വൃത്തിയാക്കാം. അതുമൂലം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ വെള്ളപ്പൊക്കം ഒന്ന് ഒഴിവാക്കാനായിട്ട് കഴിയും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാല് ഈ സ്വാഭാവിക ജലസംഭരണികളൊക്കെ മൂടിയിട്ട് അതിന് മുകളിൽ വരുന്ന ഈ ബിൽഡിങ്സും വീടും ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കാം. എടി, ഇതിനെക്കുറിച്ചൊരു നിയമമുണ്ട്, ഇങ്ങനെ ചെയ്യാൻ പാടില്ലാന്ന്. നമ്മ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മ ഈ നിയമം ശക്തിപ്പെടുത്തണം. അത് ബ്രേക്ക് ചെയ്ത ആൾക്കാർക്ക് നല്ല കഠിന ശിക്ഷയും കൊടുക്കണം. പിന്നെന്ന് പറഞ്ഞാല് മുമ്പ് തെങ്ങിന് തടമെടുക്കല്, അതുപോലെ തന്നെ മഴക്കുഴികൾ കുഴിക്കല്, ഇതെല്ലാം ഉണ്ടായിരുന്നു. 24 ലിറ്ററോളം വെള്ളം അബ്സോർബ് ചെയ്യാനുള്ള ശേഷി നമ്മൾ തെങ്ങിനൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ മുമ്പ് ചെയ്തിരുന്നു. ഇപ്പൊ ഇതൊന്നും ആരും ചെയ്യാറില്ല. ഇതൊക്കെ നമുക്ക് ഇത് തിരിച്ചു കൊണ്ടുവരണം. നീ പറയാ കറക്റ്റാ. അല്ലടി, നിന്റെ മനസ്സിൽ ഈ പുതുതലമുറക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഇന്നോവേറ്റീവ് സൊല്യൂഷൻ പോലൊക്കെ ഉണ്ടോ? ഇന്നോവേഷൻ ഒരെണ്ണുണ്ട്. പ്രാവർത്തികമാവുന്ന എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. നല്ല വരച്ചോണ്ട് വന്നിട്ടുണ്ട് ആ ചാർട്ട്. കാണിച്ചരാം. ഇതിപ്പോൾ കണ്ട നമ്മുടെ സാധാരണ മഴവെള്ള സംഭരണിയൊക്കെ ഇല്ലേ സ്കൂളിലൊക്കെ കാണുന്ന,
അതേപോലെ തന്നെ, പക്ഷെ ഇതൊരു വാർഡ് ലെവലിൽ പ്രവർത്തിക്കും. സാധാരണ മഴവെള്ള സംഭരണിയിൽ പെയ്യുന്ന ആ മഴ ഡയറക്റ്റ് ആയിട്ടല്ലേ കളക്ട് ചെയ്യുന്ന. ഇതിൽ നമ്മ മഴ പെയ്തിട്ട് പൊന്തിക്കുന്ന വെള്ളം എന്ന് വെച്ചാൽ എക്സസ് ആയിട്ട് ബാക്കി വന്ന വെള്ളമല്ലേ, മണ്ണ് അബ്സോർബ് ചെയ്തതിന് ഒഴുകിപ്പോയി സംഭരിച്ചതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വരുന്നല്ലേ ആ വെള്ളം. ഇത് നീ പറഞ്ഞ പോലെ കാനകളൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഈ കാനകളിലേക്ക് ഇങ്ങനെ ഒഴുകിപ്പോകും. അപ്പം നമുക്ക് അവിടെ നിന്ന് ഒരു പൈപ്പ് ഇട്ടിട്ട് എല്ലാം വലിയൊരു ടാങ്കിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെൻഡ് ചെയ്യുമെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് ഫിൽട്ടർ ചെയ്തും പ്യൂരിഫൈ ചെയ്തിട്ടും തിരിച്ച് വീടുകളിലേക്ക് സെൻഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റൂലേ. മഴവെള്ളം എന്ന് വെച്ചാൽ ഏറ്റവും ശുചിത്വമുള്ള ഒരു വെള്ളമല്ലോ. ശരിയാണ്. പക്ഷേ ഇതിപ്പോ നീ പറഞ്ഞ നമുക്കൊരു വാർഡ് തലത്തിൽ ചെയ്യാന്നല്ലേ, വാർഡിൽ തന്നെ ഒരുപാട് വീടുകളൊക്കെ ഇല്ലേ, എല്ലാ വീടുകൾക്കും കൂടി ഈ ഒരു ടാങ്ക് പറ്റില്ലല്ലോ. അപ്പൊ നമ്മ എന്താ ചെയ്യാ? ശരിയാ. നമുക്കില്ലേ വാർഡിൽ തന്നെ കുറെ ക്ലസ്റ്റേഴ്സ് എടുക്കാം. നമുക്ക് ആദ്യം ചെറിയൊരു നമ്പർ വെച്ച് തുടങ്ങാം, എന്നിട്ട് വർക്കാവേണമെങ്കിൽ വലിയ ഇതിലേക്ക് പോകാം. ഇതിന് ഒരുപാട് കോസ്റ്റ് ആവില്ലേ? കോസ്റ്റ് അത് ശരിയല്ല, അതൊരു പ്രശ്നവുമില്ല. നമുക്ക് LST പോയി ഇത് അവതരിപ്പിക്കുക, അവർക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. LSTയോ? അതെന്താ? നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡി, ഇപ്പൊ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അവരെല്ലാം. ഈ ടാങ്ക് നമ്മൾ എന്ത് വെച്ചാ ഉണ്ടാക്കാം? സാധാരണ എന്ത് വെച്ചാ ടാങ്ക് ഉണ്ടാക്കാറ്? സാധാരണ ഈ സിമെന്റ് ഒക്കെ വെച്ച് കോൺക്രീറ്റ് ചെയ്ത് അങ്ങനെയല്ലേ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഇതും അങ്ങനെ ഉണ്ടാക്കാം. എന്നാ നമുക്കില്ലേ ഈ ഐഡിയ ആദ്യം പോയി ടീച്ചറോട് പറയാം, എന്നിട്ട് നമുക്കിത് LSTയിൽ പോയി അവതരിപ്പിക്കാം. വാ നമുക്ക് പോവാം. താങ്ക് യു. Thank you, Team Kodungalur. Questions? നിങ്ങൾ ഫീൽഡ് വിസിറ്റ് ചെയ്തായിരുന്നോ? ഫീൽഡ് വിസിറ്റ് ക്രൈസ്റ്റ് കോളേജിൽ തന്നെ ജിയോളജി ഡിപ്പാർട്ട്മെന്റിന് അവിടെ ഒരു മ്യൂസിയം ഉണ്ട്, ഹിസ്റ്റോറിക്കൽ മ്യൂസിയം. നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തൊക്കെയാണ് അറിയാൻ പറ്റിയത്? അവിടെ മിനറൽസ്, വെള്ളത്തിന്റെ കളർ ബാധിക്കും, അതെല്ലാം. ഇൻഫറൻസ് എന്ന് വെച്ചാല് ഇപ്പൊ ബേസിക്കലി ആദ്യം റീസൺ കണ്ടുപിടിച്ച്, ഇപ്പൊ നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങും അതല്ലാണ്ട് സ്വാഭാവിക ജലസംഭരണികൾ മൂടിപ്പോകുന്നത്, പിന്നെ അത് തരണം ചെയ്യാൻ ഒന്നല്ലെങ്കിൽ ഉള്ളത് സംരക്ഷിക്കണം, പിന്നെ അതിൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കണം. അതാണ്. കനാലിന്റെ സൈഡ് വൃത്തിയാക്കുമ്പോൾ മണ്ണൊലിപ്പ് കൂടുതലാവില്ലേ? കനാലിന്റെ സൈഡിൽ വൃത്തിയാക്കുമ്പോൾ മണ്ണൊലിപ്പ് കൂടുതലാവില്ലേ? മണ്ണൊലിച്ചു പോവില്ലേ? കനാൽ ഓൾറെഡി വൃത്തിയാക്കാറുണ്ട്. അത് നമ്മൾ മഴക്കാലത്തിന് മുമ്പായിട്ട് വൃത്തിയാക്കുമ്പോ ഒന്നും ആ മഴ പെയ്ത് വന്ന വെള്ളമൊക്കെ നമ്മൾ ഈ കനാലിലോട്ട് പോകുമ്പോ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമല്ലോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലെ ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടില്ലേ? ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടുന്ന എങ്ങനെയാണ് നീ ഉദ്ദേശിക്കുന്ന? ജൈവാവരണം. ഇത് വൃത്തിയാക്കില്ല കനാല്, അപ്പൊ അതിലെ ബയോഡൈവേഴ്സിറ്റി ഒക്കെ നഷ്ടപ്പെടില്ലേ? ഉദ്ദേശിക്കുന്ന അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ഫ്രോക്സും അതൊക്കെയാണ്. അവരാ കനാൽ ഫ്രോക്സ് ഉണ്ടാവോ? അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ വലിയ ആനിമൽസ് ഒക്കെ എങ്കിൽ റീലൊക്കേറ്റ് ചെയ്യാൻ നോക്കുക. ഇതിപ്പോ കുളങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങോട്ടേക്കൊക്കെ മാറ്റാം. പിന്നെ അതല്ലെങ്കിൽ പെയിൻ ആയിട്ട് അവിടെ മൈക്രോബ്സ് അല്ലേ ഉണ്ടാവുക. Judges. നിങ്ങൾ പറഞ്ഞു പണ്ടുണ്ടായിരുന്ന കുളങ്ങളെ കുറെ മൂടിപ്പോയെന്ന്. അതിന് കാരണം എന്താണെന്ന് അന്വേഷിച്ചിരുന്നോ? കാരണം മെയിനായിട്ട് ആൾക്കാർ വീടുണ്ടാക്കുന്ന കാരണമാണ്. ഇപ്പൊ പരിസരങ്ങളിൽ കുളമുള്ളത് മൂടിയിട്ട് അതിന്റെ മുകളിൽ കൂടി റൂംസും ബിൽഡിങ്സ് ഒക്കെ വന്ന കാരണമാണ്. അങ്ങനെ ഒരു അത് വരാൻ വേണ്ടിയിട്ട് മൂടിയെന്നാണ് ഞങ്ങൾ സർവേയിലിട്ടപ്പോ അതാ പറഞ്ഞ. നിങ്ങൾ സർവേയിൽ അതൊരു ചോദ്യമായിരുന്നോ? സർവേയിൽ ഞങ്ങൾ ആ ഒരു ഇതിൽ ചോദിച്ചിരുന്നു ഞങ്ങൾ.
നിങ്ങൾ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സഹകരിച്ച് ആണ് നിങ്ങളുടെ ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞല്ലോ. അതിൽ നിങ്ങൾക്ക് കിട്ടിയ ലേണിങ്സ് എന്താണ്? പ്രത്യേകിച്ച് നിങ്ങൾ ആ മാപ്പുകളൊക്കെ അനലൈസ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുതിയ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ? ലാൻഡ് യൂസ് പാറ്റേൺ ഒക്കെ ഓവർ ദി ഇയേഴ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത്, അതിനെക്കുറിച്ച് പറയാമോ? മാപ്പിൽ നിന്ന് മെയിനായിട്ട് കണ്ടേക്കുന്ന മരങ്ങളുടെ എണ്ണവും കുളങ്ങളും പിന്നെ അതല്ലാണ്ട് കുറഞ്ഞ്, പിന്നെ ബിൽഡിങ്സ് കൂടുകയും ചെയ്ത് കൂടുതൽ അർബൻ ഡെവലപ്മെന്റ് വന്ന്. പിന്നെ ക്രൈസ്റ്റ് കോളേജിൽ ആ എന്തായാലും എക്സ്പേർട്ട് ഇൻട്രാക്ഷന് വേണ്ടി പോയപ്പോൾ അവിടെ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് ഞങ്ങൾ കുറച്ച് ചോദിച്ചിട്ടുണ്ടായി. അതാണ് ഇപ്പം ഇതിൽ പറഞ്ഞത്. പിന്നെ അതല്ലാണ്ട് മേഘസ്ഫോടനം, അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ആ ക്ലാസ്സിൽ. പിന്നെ ക്ലേയിൻ്റെ ഒക്കെ അളവ് കൂടുതലുള്ള മണ്ണാണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാൻ ചാൻസ് കൂടുതലുണ്ടെന്നും പറഞ്ഞു. നന്നായി പ്രസന്റ് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്.